എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DNA-യും DNA-യുടെ സ്ട്രക്ചറും ആണ് നോക്കാൻ പോകുന്നത്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും കാണപ്പെടുന്ന ഒരു സീക്രട്ട് കോഡാണ് എന്തെന്ന് പറയുന്നത് DNA എന്ന് പറയുന്ന എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും കാണപ്പെടുന്നു. വാട്ട് ഈസ് DNA? DNA സ്റ്റാൻഡ് ഫോർ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA-യുടെ ഫുൾ ഫോം ആണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. DNA കാണപ്പെടുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ ന്യൂക്ലിയസിനകത്താണ് ആര് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത്. അതുപോലെ DNA കൺട്രോൾ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ സ്ട്രക്ചറിനെയും ഫങ്ഷൻസിനെയും ആര് കൺട്രോൾ ചെയ്യുന്നു? DNA കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് DNA-നെ ഓൾസോ നമുക്ക് എന്തെന്ന് പറയാം? DNA ഈസ് നോൺ ആസ് ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ ഷേപ്പ് ഓഫ് DNA. DNA-ക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഷേപ്പാണുള്ളത്. DNA ഹാസ് എ വെരി യുണീക്ക് ഷേപ്പ്. ആ ഒരു ഷേപ്പിനെ പറയുന്നതാണ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. DNA ഹാസ് എ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ. ലുക്ക് ലൈക്ക് എ ട്വിസ്റ്റഡ് ലാഡർ. ഒരു ട്വിസ്റ്റഡ് ലാഡർ പോലെയെന്നോ അല്ലെങ്കിൽ നമുക്കൊരു സ്പൈറൽ സ്റ്റെയർ കേസ് പോലെയെന്നോ നമുക്ക് എന്തിനെ പറയാം? DNA-നെ പറയാം. ദെൻ കമ്പോണന്റ് ഓഫ് DNA. DNA പ്രധാനമായിട്ടും 3 കമ്പോണൻസ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഷുഗർ എന്ന് പറയുന്ന കമ്പോണന്റ് കൊണ്ട്, ഡിയോക്സി റൈബോസ് ഷുഗർ കൊണ്ടും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊണ്ടും നൈട്രജൻ ബേസസ്. ദീസ് കമ്പോണൻസ് ടുഗദർ ഫോം DNA മോളിക്യൂൾ. ഈ 3 കമ്പോണൻസും കൂടി ടുഗദർ ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? DNA മോളിക്യൂൾ കിട്ടും. ഓക്കെ, ദെൻ നൈട്രജൻ ബേസസ്. There are 4 type of nitrogen bases in DNA. DNA-യിൽ പ്രധാനമായിട്ടും 4 നൈട്രജൻ ബേസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ 4 നൈട്രജൻ ബേസസ് ആണ് DNA-യിലുള്ളത്. ഈ നൈട്രജൻ ബേസസ് പെയർ ചെയ്യാൻ ഒരു സ്പെസിഫിക് റൂൾ ഉണ്ട്. അതായത് അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ. അഡിനിൻ എപ്പോഴും ആരുമായിട്ടായിരിക്കും പെയർ ചെയ്യുന്നത്? തൈമിനുമായിട്ടായിരിക്കും പെയർ ചെയ്യുന്നത്. ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ. ഗ്വാനിൻ ആരുമായിട്ടായിരിക്കും? സൈറ്റോസിനുമായിട്ടായിരിക്കും പെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കോഡാണ് AT എന്നും GC എന്നും ഓർത്തിരിക്കുക. AT GC. അതായത് അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ, ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ. ഓക്കെ, ഇനി നമുക്ക് DNA-യുടെ സ്ട്രക്ചർ നോക്കാം. DNA പ്രധാനമായിട്ടും 3 കമ്പോണൻസ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ആ കമ്പോണൻസ്? ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസസ്. ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസസ്. ഓക്കെ, ഈ 3 കമ്പോണൻസ് കൊണ്ടാണ് എന്തിനെ മെയ്ഡ് ചെയ്തിരിക്കുന്നത്? DNA-നെ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. DNA-നെ നിങ്ങളൊരു ലാഡറായിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഇമേജ്. ഓക്കെ, DNA-നെ നമ്മൾ എന്തായി കൺസിഡർ ചെയ്തു? ഒരു ലാഡറായിട്ട് കൺസിഡർ ചെയ്തു. ഈ ലാഡറിൻ്റെ 2 സൈഡ് നമുക്ക് എന്ത് കൊടുക്കാം? ഷുഗർ, ഫോസ്ഫേറ്റ്. ഓക്കെ, ദെൻ ഇതിൻ്റെ സെൻറ്റർ പാർട്ട്, അതായത് സ്റ്റെപ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? നൈട്രജൻ ബേസസ് ആയിട്ടും കൺസിഡർ ചെയ്യുക. ഈ 2 സ്ട്രാൻഡുകൾ തമ്മിൽ ട്വിസ്റ്റ് ചെയ്തു. ഓക്കെ, അതായത് ഈ ലാഡറിൻ്റെ 2 സ്ട്രാൻഡുകൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ട്വിസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അവിടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടും. അതിനെയാണ് നമ്മൾ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ കാണാം ഈ 2 സ്ട്രാൻഡുകൾ തമ്മിൽ ട്വിസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്ട്രക്ചറാണ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ DNA മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഷുഗർ കൊണ്ടും ഫോസ്ഫേറ്റ് കൊണ്ടും നൈട്രജൻ ബേസസും കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. DNA-യുടെ സ്ട്രക്ചറാണ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഫങ്ഷൻസ് ഓഫ് DNA നോക്കാം. DNA-യുടെ ഫങ്ഷൻസ് ആണ് ജനറ്റിക് ഇൻഫോർമേഷൻസുകൾ സ്റ്റോർ ചെയ്യുക എന്നത്, കൺട്രോൾ ബോഡി ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക, പാസ്ഡ് ഫ്രം പാരൻസ് ടു ചിൽഡ്രൻ. അതായത് പാരൻസിൽ നിന്ന് ട്രൈറ്റ്സ് എന്ത് ചെയ്യുക? ചിൽഡ്രനിലേക്ക് എന്ത് ചെയ്യുക? പാസ് ചെയ്യുക എന്നതൊക്കെ DNA-യുടെ ഫങ്ഷനാണ്. DNA വളരെ ഒരു സ്മാൾ ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. പക്ഷേ നമ്മുടെ മുഴുവൻ എൻ്റയർ ലൈഫ് പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? DNA ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് DNA-നെ എന്തെന്ന് പറയുന്നു? DNA ഈസ് ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നു. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.